സർ, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് പ്രകോപനം ഉണ്ടായത്. സർ, കേട്ടുകേൾവിയുള്ളതാണോ? മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നു നിന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഈ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതാണോ? അപ്പൊ പ്രതിപക്ഷ നേതാവ് മുമ്പ് പറഞ്ഞു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്ന്. ഇപ്പോ അക്രമാത്മക പ്രതിപക്ഷമായിട്ട് മാറിയതാണ് നാം കണ്ടത്. ആ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മെമ്പർ, ബഹുമാനായ ഒരു പ്രതിപക്ഷ മെമ്പർ, ഇവിടെ പലരും പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയിട്ട് വല്ലാതെ തിരിച്ചടി ഏൽക്കേണ്ടി വന്ന ഒരു ബഹുമാന്യ മെമ്പർ ഉണ്ടല്ലോ, അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ഭാഗമായുള്ള അഭിപ്രായം ഞങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഭാ നടപടികൾ സ്തംഭിപ്പിക്കുന്നത് ഈ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല. ചോദ്യോത്തരവേള സ്തംഭിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ 6 പ്രാവശ്യം അന്നത്തെ പ്രതിപക്ഷം ചോദ്യോത്തരവേള സ്തംഭിപ്പിച്ചിട്ടുണ്ട്. സർ, ഇത് ആദ്യമായിട്ടൊന്നുമല്ല. പ്ലീസ് അദ്ദേഹം പറയട്ടെ. അങ്ങ് പറഞ്ഞോ. സർ, ഇവിടെ ആദ്യമായിട്ടാണ് പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് സമരം ചെയ്യുമ്പോൾ പോലീസിനെ വാച്ച് ആൻഡ് വാർഡിനെ ഇറക്കി സഭ പ്രതിപക്ഷ അംഗങ്ങളെ നേരിടാൻ വേണ്ടി ഇറക്കിയിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം. സർ, എന്നിട്ടും ഞങ്ങൾ പ്രകോപനം ഉണ്ടാക്കിയില്ല. ഞങ്ങളുടെ വനിതാ അംഗങ്ങളെ വരെ ഇവര് തള്ളി മാറ്റി. എന്നിട്ടും ഞങ്ങൾ പ്രകോപനം ഉണ്ടാക്കിയില്ല. സർ, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് പ്രകോപനം ഉണ്ടായത്. മന്ത്രി മുഹമ്മദ് റിയാസും സർ സജി ചെറിയാനുമാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ആദ്യം വെള്ളിലിറങ്ങി ഞങ്ങളെ. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങളെ കസേരയിരുന്ന് കള്ളം പറയരുത്. സാർ, ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുക. അങ്ങ് പറഞ്ഞോ. മൈക്ക് അവിടെ കൊടുക്കുക. മൈക്ക് അവിടെ. സാർ, ഇന്ന് ബഹുമാന്യനായ സ്പീക്കർ, ബഹുമാന്യനായ സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗം രാവിലെ വിളിച്ചു ചേർത്തത് സഭ സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അങ്ങ് വിളിച്ച യോഗം ബഹിഷ്കരിച്ചവരാണ് പ്രതിപക്ഷം. എന്താണ് പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശമെന്നും നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ എന്താണ് എന്നുള്ളതിനും അതേക്കാൾ കൂടുതൽ തെളിവ് ആവശ്യമില്ല. സർ, ഇന്ന് പ്രതിപക്ഷ നേതാവാണ് ശ്രീ AP അനിൽകുമാറിനെയും ശ്രീ T സിദ്ദിഖിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. വളരെ ശാന്തമായി, ഒരു പ്രകോപനവുമില്ലാതെ പ്രതിപക്ഷം എല്ലാ പ്രകോപനവും സൃഷ്ടിച്ചിട്ടും ഭരണപക്ഷം ചോദ്യങ്ങൾ ചോദിക്കുകയും മന്ത്രിമാർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. ഒരാൾ പോലും സീറ്റിൽ നിന്ന് അനങ്ങിയിരുന്നില്ല. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് AP അനിൽകുമാറിനെയും T സിദ്ദിഖിനെയും മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. സർ, കേട്ടുകേൾവിയുള്ളതാണോ? മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നു നിന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഈ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതാണോ? അപ്പൊ പ്രതിപക്ഷ നേതാവ് മുമ്പ് പറഞ്ഞു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്ന്. ഇപ്പോ അക്രമാത്മക പ്രതിപക്ഷമായിട്ട് മാറിയതാണ് നാം കണ്ടത്. മാത്രമല്ല, ശ്രീമതി ഉമാ തോമസിനെ പോലെ വലിയ ഗുരുതരമായ പരിക്കേറ്റ ചികിത്സയ്ക്ക് ഇപ്പോഴും വിധേയായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ മനുഷ്യ കവചമായി ഉപയോഗിച്ചാണ് ഈ ആക്രമണ പദ്ധതി ആവിഷ്കരിച്ചത്. മനുഷ്യ കവചമായി അവരുപയോഗിക്കുന്ന ഹൃദയശൂന്യമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയുമാണ് നാം ഈ സഭയിൽ കണ്ടത്. ഇത് സഭയുടെ ചരിത്രത്തിലെ തീരാക്കളങ്കമാണ്. ഇത് നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഒരു സ്ത്രീയെ, അതും ചികിത്സയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ബഹുമാന്യയായ ഒരു വനിതാ അംഗത്തെ ഈ ആക്രമണത്തിന് മുഴുവൻ മുമ്പിൽ നിർത്തുന്നത് നീചമായിട്ടുള്ള ഒരു സമീപനമാണ്. അത് അങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഈ സമീപനം അപലപനീയമായിട്ടുള്ള സമീപനമാണ്. സർ, അങ്ങേയറ്റത്തെ സംയമനത്തോടെയാണ് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തത്. 2 ദിവസമായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷം ആ 2 ദിവസവും ഒരു തരത്തിലുള്ള പ്രകോപനവും ഭരണപക്ഷത്തിനുണ്ടായില്ല. മാത്രമല്ല, അങ്ങ് വലിയ തോതിൽ സഭ നടത്തിക്കൊണ്ടുപോകുന്നതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചത്. തുടർച്ചയായ അങ്ങയുടെ അഭ്യർത്ഥനയും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. സർ, ഏറ്റവും വലിയ പ്രത്യേകത, ആ സീറ്റിൽ ഞങ്ങളാരും അങ്ങയുടെ മുഖം കാണാത്ത രീതിയിൽ മറച്ചു പിടിക്കുന്നതായിരുന്നു.
അത് പ്രതിപക്ഷം ബോധപൂർവം ചെയ്തൊരു കാര്യമായിരുന്നു. ബോധപൂർവം അങ്ങയെ സഭയുടെ മുന്നിൽ നിന്ന് മറക്കുകയായിരുന്നു. സർ, ഇത് കേരളത്തിൽ ഇതിനു മുൻപ് ഈ രീതിയിൽ നടന്നിട്ടില്ല. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലായി പലതരത്തിലുള്ള പാർലമെൻ്ററി പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. രാജ്യത്തെവിടെയെങ്കിലും ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കറെ പൂർണ്ണമായും സഭയുടെ ദൃശ്യത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്ന തരത്തിൽ ഒരു പ്രവർത്തനം ഏതെങ്കിലും പ്രതിപക്ഷം നടത്തിയതായി ഇതേവരെ കണ്ടിട്ടില്ല. സർ, പ്രതിഷേധത്തിൻ്റെ രൂപത്തിൽ പലപ്പോഴും പ്രകടിപ്പിക്കപ്പെടാറുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വേറിട്ട് നടപടികൾ സ്വീകരിച്ചപ്പോൾ അങ്ങ് അതിൽ കൈക്കൊണ്ട രീതി അവരുമായി ചർച്ച ചെയ്ത് സമവായം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു ശ്രമമാണ്. അതിൻ്റെ ഭാഗമായിരിക്കാം ഇന്ന് കാലത്ത് 8:30 ഞങ്ങളെ എല്ലാവരെയും അങ്ങ് വിളിച്ചത്. സർ, 8:30 ഞങ്ങൾ ഭരണപക്ഷത്തുള്ള കക്ഷി നേതാക്കളെല്ലാം അങ്ങയുടെ അറിയിപ്പനുസരിച്ച് അവിടെ എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോഴാണ് പ്രതിപക്ഷത്തെ കാണാത്തത്. അങ്ങ് എന്താണ് അവരെത്താത്തത് എന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങയുടെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെടുന്ന നിലയുണ്ടായി. അപ്പോഴാണ് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല, ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നത്. സർ, അത് വ്യക്തമായ സന്ദേശമാണ്. ഒരു തരത്തിലുള്ള സമവായത്തിനും തയ്യാറല്ല. സർ, എന്താണ് ആവശ്യം? അതാണ് ഇവിടെ പ്രധാനം. ഈ സഭയിൽ 2 ദിവസം ഈ തരത്തിൽ സഭാ നടപടികളാകെ ചോദ്യോത്തരവേളയടക്കം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തുനിന്ന് ഉയർത്തുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം? സർ, പാർലമെൻ്ററി രീതി അനുസരിച്ച് ഏത് പ്രതിപക്ഷത്തിനും സഭയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാം. സർ, അങ്ങ് പലവട്ടം ചോദിച്ചല്ലോ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന്. അവരിതേവരെ ഉന്നയിക്കാൻ തയ്യാറായോ? സർ, എന്താണ് അവർ ഭയപ്പെടുന്നത്? അവരെ ഉന്നയിച്ചാൽ ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തിനും വിശദീകരണം നൽകാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണല്ലോ. എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? സർ, അവരെ ഇവിടെ ഉയർത്തിയ ചില ബാനറിൽ, ചില ബോർഡുകളിൽ കാണാൻ കഴിഞ്ഞു സഭയിൽ ഭയം. സർ, അത് സ്വയമേവ അവർക്കുള്ള ഭയമല്ലേ? ആ ഭയത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അവരിവിടെ ഒരു പ്രശ്നവും ഉന്നയിക്കാതിരുന്നത്? സർ, ഉന്നയിക്കാൻ പല മാർഗങ്ങളുണ്ടല്ലോ. ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കാം, അടിയന്തര പ്രമേയമാകാം, ശ്രദ്ധ ക്ഷണിക്കലാകാം, സബ്മിഷനാകാം. ഇതിനെല്ലാം പുറമെ പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട് അങ്ങയുടെ അനുമതിയോടുകൂടി തന്നെ പല കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കാറുണ്ട്. അങ്ങനെയുള്ള പല മാർഗങ്ങളുണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒരു മാർഗം ഇതേവരെ സ്വീകരിക്കാൻ അവർ തയ്യാറായോ? എന്താ അത് കാണിക്കുന്നത്? അവർ ഭയപ്പെടുന്നു, വസ്തുതകളെ ഭയപ്പെടുന്നു. വസ്തുതകൾ അവർക്ക് വലിയ വിഷമകരമായ രീതിയിൽ ഉയർന്നു വരും. അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല. അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുക. സർ, പുകമറ സൃഷ്ടിക്കാൻ എളുപ്പമാണ്. കാരണം അതിന് അവർക്ക് അവരുടേതായ രീതികളുണ്ട്. ആ രീതികൾക്കനുസരിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംവിധാനങ്ങളുമുണ്ട്. അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുകമറ സൃഷ്ടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത്. സർ, ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പുകമറയെയും ഭയപ്പെടുന്നില്ല. വസ്തുതകളായി അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സർ, ഇവിടെ അവരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു കാര്യമാണ്. സർ, അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ പരിശോധന നടക്കാനിടയായി. സർ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഞങ്ങളാകെയും സ്വീകരിച്ച നിലപാടെന്താണ്? അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധനയും അന്വേഷണവും നടക്കണമെന്നാണ്. സർ, ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ഭാഗമായുള്ള അഭിപ്രായം ഞങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നു. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ആരംഭിക്കുന്നു. അപ്പോൾ എന്താ അവരുടെ ഡിമാൻഡ് ഇവിടെ പറയുന്നില്ല. പക്ഷെ ഇന്ന് അവരുയർത്തിയ ഒരു ബോർഡിൽ കണ്ടു ആ അന്വേഷണം CBI ആണ് നടത്തേണ്ടത്. സർ, അതിൻ്റെ പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ
ഭാഗമായി കൊണ്ടുയർത്ത മുദ്രാവാക്യമാണത്. ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ലോ ആൻഡ് ഓർഡർ ADGPയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിൽ ഒരുങ്ങുന്നത്, അന്വേഷണം നടത്താൻ തയ്യാറായിട്ടുള്ളത്. ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും. ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് ആ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം കാണണം. അതെല്ലാം വന്നപ്പോൾ തങ്ങളുടെ കയ്യിൽ ഒന്നും പറയാനില്ല, പിന്നെ ഇങ്ങനെയുള്ള ചില രീതികൾ കാണിക്കുക എന്നുള്ളതാണ്. ഇവിടെ നടന്ന കാര്യത്തെപ്പറ്റി ബഹുമാനായ പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞു. സർ, ഞാനിവിടെ കാണുകയാണല്ലോ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു അങ്ങയുടെ റൂമിലേക്കൊന്ന് പോയിരുന്നു. ആ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മെമ്പർ, ബഹുമാനായ ഒരു പ്രതിപക്ഷ മെമ്പർ, ഇവിടെ പലരും പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയിട്ട് വല്ലാതെ തിരിച്ചടി ഏൽക്കേണ്ടി വന്ന ഒരു ബഹുമാന്യ മെമ്പറുണ്ടല്ലോ, അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു, എന്താണ് ഇങ്ങനെ ഇദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റുന്ന മട്ടിലാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ, ഞാനിവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ മെല്ലെ ചാടി അങ്ങോട്ട് കയറുന്ന നില വന്നു. സർ, അതിൻ്റെ കൂടെ 2-3 അംഗങ്ങൾ വന്ന് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കുന്ന നില കൊണ്ടു. സർ, ഞാനിവിടെ ഇരുന്ന് കാണുകയാണ്. ഒരു വാച്ച് ആൻഡ് വാർഡായാലും മനുഷ്യനാണല്ലോ, വല്ലാത്ത പ്രഷർ അവരുടെ മേലെ വരികയാണ്. ഇവരെല്ലാവരും കൂടി പിടിച്ച് വലിക്കുകയാണ്, 3-4 MLA കൂടി. അപ്പോൾ ഒരാൾ മെല്ലെ ഒരു വലിയ ക്ഷീണഭാവം ഞാൻ കാണുകയാണ്. ഇതെല്ലാം ഞാനിവിടെ ഇരുന്നു കൊണ്ട് കാണുകയാണ്. ഇത്തരത്തിലുള്ള സംഭവത്തിന് എന്തിനാണ് ഒരുപ്പെട്ടത്? എന്തിനാണ് നിശബ്ദ ജീവികളായ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? എന്തിനാണ് അവരെ തള്ളിമാറ്റാൻ നോക്കിയത്? അവിടെ അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീ വനിതാ വാച്ച് ആൻഡ് വാർഡിന് നേരെ തള്ളുന്ന കാഴ്ച കണ്ടല്ലോ. സർ, ഇതെല്ലാം കണ്ടതല്ലേ? സർ, സാധാരണ നിലക്ക് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടി വെച്ച പോലെയാണ്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നു. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്, സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. അതും വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ്. സർ, ഇതെല്ലാം അപമാനകരമല്ലേ? സാധാരണഗതിയിലുള്ള പാർലമെന്ററി നടപടിക്രമം എന്താണെന്ന് അറിയാത്തവരല്ല ഞങ്ങളാരും. പക്ഷേ ആ നടപടിക്രമത്തിലേക്കൊന്നും ഞങ്ങൾ നീങ്ങാറില്ല, അങ്ങും നീങ്ങുന്നില്ല. കാരണം സഭയുടേതായ രീതിയിൽ പോയിക്കോട്ടെ എന്ന ഉയർന്ന ജനാധിപത്യ ബോധമാണോ, പാർലമെന്ററി ജനാധിപത്യ രീതികളാണ് നമ്മളിവിടെ അംഗീകരിച്ചു പോകുന്നത്. പക്ഷേ അതൊരു ദൗർബല്യമായി പ്രതിപക്ഷം കാണുകയാണ്. അതിൻ്റെതായ എല്ലാ അവസരങ്ങളും അവരുപയോഗിക്കുകയാണ്. ഇത് തീർത്തും അപലപനീയമായ കാര്യമാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അങ്ങ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാട് സഭയുടെ മുൻപാകെ അവരടക്കമുള്ളപ്പോൾ വെളിവാക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ പരാമർശിച്ചു. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും മാത്രമല്ല, സ്പീക്കർക്കും ചെയറിനും അവകാശമുണ്ട് ജനാധിപത്യം. ഇന്നലെയും മിനിഞ്ഞാന്നുമായി സ്പീക്കറുടെ അവകാശമാണ് സ്പീക്കർ അംഗങ്ങളെ കാണുക, അംഗങ്ങൾക്ക് തിരിച്ച് സ്പീക്കറുടെ ചെയറിനെ കാണുക. നിർഭാഗ്യവശാൽ 2 ദിവസം പൂർണ്ണമായും സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഗവൺമെന്റിന് സഭ നടത്തിക്കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടാൽ സ്പീക്കർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ്. സ്പീക്കർ എന്ന പദവിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷന്റെ ഭാഗമാണ് സഭാ സമ്മേളനം നടത്താൻ ശ്രമിച്ചത്. സഭാ സമ്മേളനം പൂർണ്ണമായും തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി 2 ദിവസം തടസ്സപ്പെട്ടപ്പോൾ ഇന്ന് കക്ഷി നേതാക്കളെ വിളിച്ചു 8:30 മണിക്ക്. കക്ഷി നേതാക്കൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ആരും പങ്കെടുത്തില്ല. സമവായത്തിലൂടെ സഭ നടത്തിക്കൊണ്ടുപോകാനാണ്, അതിനും അവർ ശ്രമിച്ചില്ല. സഭ നടത്തണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ നടത്തേണ്ട ഉത്തരവാദിത്വം സ്പീക്കർക്കും ചെയറിനുമുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്ന് വാച്ച് ആൻഡ് വാർഡ് ഫ്ലോറിലിറങ്ങി വളരെ ശാന്തമായി സഭാ സമ്മേളനം നടത്താൻ വേണ്ടി പ്രതിപക്ഷത്തോട് സഹകരിക്കുകയായിരുന്നു. പക്ഷെ ഒരു തരത്തിലും സഹകരിക്കാതെ മറ്റു വിഷയങ്ങൾക്ക് പോകുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഇന്നാണെങ്കിൽ ഇന്നലെയും ഇന്നുമായി നിരവധി വിദ്യാർത്ഥികൾ കേരളത്തിന്റെ പല ഭാഗത്ത് സഭാ സമ്മേളനം കാണാൻ വന്നു. അവിടെ വളരെ അച്ചടക്കത്തോടെ അവർ പ്രതീക്ഷിക്കുന്നത് കേരള നിയമസഭ വളരെയധികം നിയമങ്ങൾ നിർമ്മിക്കുന്ന നല്ല രീതിയിൽ പോകുന്നൊരു സഭയാണ്. അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിർഭാഗ്യകരമായി ഇന്നലെ അവർ വന്നപ്പോൾ കണ്ടത് സ്പീക്കറുടെ മുഖം മറച്ചും സ്പീക്കർക്കെതിരെ ആക്ഷേപ മുദ്രാവാക്യങ്ങൾ വിളിച്ചും സ്പീക്കർ ആക്ഷേപിക്കുന്ന കാര്യമാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി അവർ കണ്ടത്. ഇത് ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ല. ഇതല്ല കേരള നിയമസഭ. മഹാരഥന്മാർ ഇരുന്ന സഭയാണ്. നിയമനിർമ്മാണത്തിനും പ്രത്യേകം സഭാ സമ്മേളനം ചേരുന്ന സഭയാണ് കേരള നിയമസഭ. ഇന്നലെയും മിനിഞ്ഞാന്നും ഉണ്ടായ സംഭവങ്ങളെല്ലാം അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ഇന്നും ഒരല്പം നിർഭാഗ്യകരമായ സംഭവങ്ങളുടെ അരങ്ങേറി. ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങളെല്ലാം
സഭയുമായും ചെയറുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓർഡർ. കോളിംഗ് അറ്റൻഷൻ. ശ്രീ പി വി ശ്രീനിജിൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത്